ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ രൂപീകരണ വേളയിൽ മറ്റു ചില കാര്യങ്ങൾ, അനുബന്ധ കാര്യങ്ങൾ കൂടി നടത്താനുണ്ട്. അതിലൊന്നാണ് ദേശീയ പതാക, മറ്റൊന്നാണ് ദേശീയ ഗാനം എന്നുള്ളത്. നമുക്ക് ദേശീയ ഗാനം ജനഗണമന വേണമോ അതോ വന്ദേമാതരം വേണമോ എന്ന തർക്കം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായതാണ്. പക്ഷെ അന്ന് സ്വീകരിക്കപ്പെട്ടത് ടാഗോറിൻ്റെ ജനഗണമന ആണ്. അത് ബംഗാളിയിലാണ് അദ്ദേഹം എഴുതിയത്. പക്ഷേ ബംഗാളിയാണെന്ന് നമുക്ക് തോന്നില്ല. ഏത് ഒരു ഭാഷ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ അതിന് ചില ന്യൂനതകളൊക്കെ ആ ദേശീയ ഗാനത്തിനുണ്ട്. ഉദാഹരണത്തിന് എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രദേശങ്ങളുടെയും ഒക്കെ പേര് പരാമർശിക്കുമ്പോൾ നമ്മുടെ നാട് കേരളമില്ല, മലയാളിയില്ല, എല്ലാവരെയും ദ്രാവിഡ എന്ന പരാമർശത്തിൽ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ എങ്ങനെയാണെങ്കിലും അത് നമ്മൾ ദേശീയ ഗാനമായി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, നമ്മളത് ആലപിക്കുന്നു. ചിലർക്ക് മറ്റു ചില കാരണങ്ങളാൽ ആലപിക്കുന്നതിന് തടസ്സമുണ്ട്. മനസ്സാക്ഷിയുടെ പ്രശ്നമുള്ളവരോട് സുപ്രീം കോടതി പറഞ്ഞത് യഹോവ സാക്ഷികളോട് നിങ്ങൾ ആലപിക്കണ്ട. പക്ഷേ ആ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ആ ഗാനത്തോട് ഒരു അവഹേളന പാടില്ല. നിങ്ങൾ ആലപിക്കണമെന്ന് ആരെയും നിർബന്ധിക്കുന്നതുമില്ല. അങ്ങനെ വളരെ ഉദാരമായ ഒരു ജനാധിപത്യ സമീപനത്തിൽ മതനിരപേക്ഷതയുടെ തത്വങ്ങൾക്ക് അനുസൃതമായി രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് വന്ദേമാതരം ഒരു തർക്ക വിഷയമായിരിക്കുകയാണ്. വന്ദേമാതരത്തിലെ കുറിച്ചുള്ള ഒരു വാദവും ആവശ്യവുമൊക്കെ അന്നും ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ. പക്ഷെ അന്ന് എന്താണ് അവർ ചെയ്തത്? അവർ വളരെ വിവേകപൂർവ്വം വന്ദേമാതരം എന്ന ഗാനത്തിൽ നമുക്ക് അല്ലെങ്കിൽ പൊതുവെ എല്ലാവർക്കും സ്വീകാര്യമായ 2 സ്റ്റാൻസ സ്വീകരിച്ചു. അത് ഭാരതത്തെ വർണ്ണിക്കുന്ന അതിമനോഹരമായ 2 വരികൾ അല്ലെങ്കിൽ 4 വരികളാണ്. അതിനാർക്കും തടസ്സമൊന്നുമില്ല. പക്ഷെ അതിന് താഴേക്ക് വരുമ്പോൾ ഹിന്ദു ദൈവങ്ങളെ പ്രകീർത്തിക്കുന്ന വരികളാണ്. അത് ഒരു മുസ്ലിമിനോടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോടോ ഔപചാരികമായി ആ പ്രാർത്ഥന, ഹിന്ദു പ്രാർത്ഥന നടത്തിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അത് മതനിരപേക്ഷതയ്ക്ക് നിരക്കുന്നതല്ല, ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല, അത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് നിരക്കുന്നതല്ല. അത് അസ്വീകാര്യമായ ഒരു ആവശ്യമാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിർബന്ധപൂർവ്വം പാടിക്കുക. രാഷ്ട്രപതിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ പങ്കെടുക്കുന്ന യോഗത്തിൽ അവർ പാടിക്കോട്ടെ. പക്ഷേ എല്ലാവരെ കൊണ്ടും, എല്ലാ സംസ്ഥാനങ്ങളെ കൊണ്ടും ഇപ്പോൾ സ്വാതന്ത്ര്യദിനം വരികയാണ്. സ്വാതന്ത്ര്യദിനം എപ്രകാരം ആഘോഷിക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ സർക്കുലറിൽ വന്ദേമാതരത്തിൻ്റെ ഫുൾ ടെക്സ്റ്റ് അത് ആർക്കും മനഃപ്പാഠം പഠിക്കാനോ പാടാനോ പോലും കഴിയാത്ത അത്ര അതീവ ദുർഗ്രഹമായ വരികളാണ്. സംസ്കൃതമായിട്ടാണ് തോന്നുന്നത്. ബംഗാളിയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അത് നിർബന്ധിക്കുകയാണ്. നിർബന്ധപൂർവം ഏത് കാര്യം, അത് പാട്ടായാലും മറ്റെന്തായാലും നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ്. അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയുകയുമില്ല. ഞാൻ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ രാജ്യത്തെ ഒരു ഗണ്യമായ വിഭാഗം ജനങ്ങൾ വിശ്വസിക്കാത്ത ദൈവങ്ങൾ, ഒരു മതവിഭാഗത്തുമായി ബന്ധപ്പെട്ട ദൈവങ്ങൾ, ആ ദൈവങ്ങളെ പ്രകീർത്തിച്ച് ആ പ്രാർത്ഥനാലാപനം ഞാൻ നടത്തണം, ഒരു ഹിന്ദുവല്ലാത്ത ഞാൻ നടത്തണം എന്ന് ഭരണകൂടം നിർബന്ധപൂർവം ആവശ്യപ്പെട്ടാൽ അതിനെ എതിർക്കുന്നത് ഈ പൊതുവായിട്ടുള്ളവർ മാത്രമല്ല, ഹിന്ദുക്കൾ പോലും അതിനെ എതിർക്കും. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പാടും, അല്ലെങ്കിൽ പാടില്ല. അപ്പോൾ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ നിർബന്ധങ്ങൾ, അതേത് രീതിയിലുള്ളതാണെങ്കിലും ഭരണകൂടത്തിൻ്റെ നിർബന്ധം എന്ന് പറയുമ്പോൾ അത് സ്വദേശപരമാണ് എന്ന് കരുതാൻ നിവൃത്തിയില്ല. അപ്പോൾ അവിടെയാണ് പ്രശ്നമുള്ളത്. ഇന്ത്യയെ മതാധിഷ്ഠിത ഹിന്ദു രാഷ്ട്രം ആക്കണം എന്ന് അജണ്ട ഉള്ള ഒരു പാർട്ടിയും പ്രസ്ഥാനവുമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അവർ ഓരോന്നായി അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാർലമെൻറ്റിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തുന്നത് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇതായിട്ടുള്ള മുദ്രാവാക്യങ്ങളും അവരുടെ ഭാഷ അടിച്ചേൽപ്പിക്കുന്നു. രാജ്യത്തിൻ്റെ പേര് തന്നെ മാറിയില്ലേ? ഭരണഘടനയിൽ പറയുന്നത് എന്താണ്? ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഭാരതം എന്ന് അറിയപ്പെടുന്ന ഈ ഭൂപ്രദേശം ഭരണഘടനാപരമായി അറിയപ്പെടേണ്ടത് ഇന്ത്യ എന്നാണ്. പക്ഷെ ഇപ്പോൾ ഇന്ത്യ പോയല്ലോ.
ഇപ്പോൾ പ്രസിഡൻ്റ് ഓഫ് ഭാരത് ആണ്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഭാരത് ആണ്, ഗവൺമെൻറ് ഓഫ് ഭാരത് ആണ്. അപ്പോൾ അവിടെ മുതൽ ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടിരിക്കുന്ന പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഈ ദേശീയ ഗീതം. അത് ദേശീയ ഗീതം മാത്രമാണ്, ദേശീയ ഗാനം, നാഷണൽ ആന്തം. അതാണ് ടാഗോർ എഴുതിയ ഈ ജനഗണമന എന്നുള്ളത്. അത് മാറ്റിവെച്ചുകൊണ്ട് അതിനേക്കാൾ പ്രോമിനൻസ് പ്രാമുഖ്യം നൽകിക്കൊണ്ട് അല്ലാതെ എങ്ങനെയാണെങ്കിലും ഈ ദേശീയ ഗീതം എന്ന് ഒരു ആദരപൂർവ്വം നമ്മൾ വിളിക്കുന്ന ഒരു പാട്ടിനെ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഗാനത്തെ നിർബന്ധപൂർവം അത് ആലപിക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതമുണ്ടാകും. എവരി ആക്ഷൻ റിയാക്ഷൻ എന്നല്ലേ, ഇവിടെയും അതുണ്ടാകും. അത് രാജ്യത്തിൻ്റെ ഐക്യത്തിന്, ഫെഡറലിസത്തിന് ഒന്നും യോജിക്കുന്ന ഒന്നായിരിക്കില്ല. രാജ്യത്തിൻ്റെ പേര് എന്തു വേണം എന്നുള്ള ആലോചനയിൽ ഭാരതം എന്ന് പോലുമല്ല, ഹിന്ദുസ്ഥാൻ എന്ന് പേരിടണം എന്നായിരുന്നു അന്നത്തെ ആ ഹിന്ദുത്വവാദികളുടെ ആവശ്യം. ആരെ എതിർത്തത്? ക്രിസ്ത്യാനികളും മുസ്ലിമും ഒന്നുമല്ല. അതിനെ എതിർത്തത് അംബേദ്കർ തന്നെയാണ്. അംബേദ്കർ പറഞ്ഞു, നിങ്ങൾ ഇന്ന് പാകിസ്ഥാൻ എന്ന പേരിൻ്റെ മാതൃകയിൽ ഹിന്ദുസ്ഥാൻ എന്ന് ഈ രാജ്യത്തിന് പേരിട്ടാൽ നാളെ ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന പൊതുധാരണയുണ്ടാകും. ആ പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ ഇതൊരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യമുണ്ടാകും. നമ്മളങ്ങനെയല്ല, നമ്മളൊരു സെക്കുലർ റിപ്പബ്ലിക്കാണ്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് അന്ന് മുതലേ ഉണ്ട്. ദേശീയ ഗാനത്തിൻ്റെ പ്രശ്നം വന്നപ്പോഴും അതുണ്ടായിരുന്നു. അവിടെയുള്ള കോംപ്രമൈസ് എന്തായിരുന്നു? ജനഗണമന ദേശീയ ഗാനമായിരിക്കും, അപ്പുറത്ത് വന്ദേ മാതരം അത് ദേശീയ ഗാനത്തിൽ നിന്ന് വ്യത്യസ്തമായി ദേശീയ ഗീതം, നാഷണൽ സോങ് എന്ന ഒരു പദവിയാണ് അന്ന് നൽകിയത്. നമ്മൾ ദേശീയ ഗാനം തന്നെ നിർബന്ധപൂർവ്വം ആലപിക്കാനുള്ളതല്ല. ഔപചാരികമായ ചടങ്ങുകളിലൊക്കെ അത് പാടുമായിരിക്കാം, അല്ലാതെ എവിടെയും അത് പാടിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ദേശീയ ഗാനം തിയേറ്ററുകളിലൊക്കെ നിർബന്ധപൂർവ്വം അത് ആലപിച്ചിരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് വെച്ചിരുന്നത് അത് ചൈനയുമായുള്ള ആ യുദ്ധത്തിന് ശേഷം മാത്രമാണ്. അന്നൊരു ദേശാഭിമാനത്തിൻ്റെതായ ഒരു വികാര പ്രകടനം എന്ന നിലയിലാണ് അന്ന് സിനിമാ തിയേറ്ററുകളിലൊക്കെ ജനഗണമന പാടിയിരുന്നത്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, അല്ലാതെ എല്ലാവരും കൂടെ പാടണം എന്ന് നിർബന്ധമൊന്നുമില്ല, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്നേ ഉള്ളൂ. പിന്നീട് അത് തന്നെ അപ്രസക്തമായി. ഇപ്പോൾ ഏതെങ്കിലും തിയേറ്ററിൽ ദേശീയ ഗാനാലാപനം ഉണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ദേശീയ ഗാനത്തിനൊരു പ്രോട്ടോക്കോളുണ്ട്, അതിനൊരു ഡ്യൂറേഷൻ, ഫിക്സഡ് ടൈമുണ്ട്. അത്രയും സെക്കൻഡുകൾക്കുള്ളിൽ നിശ്ചയിക്കപ്പെട്ട ആ താളത്തിൽ അത് പാടി, ഈണത്തിൽ അത് പാടി അവസാനിപ്പിക്കണം. അതെങ്ങനെയായിരിക്കണം? ചില കാര്യങ്ങളിലൊക്കെ യോഗത്തിന് മുൻപായിരിക്കും, ചിലപ്പോൾ യോഗാനന്തരമായിരിക്കും, അതിനൊക്കെ വ്യവസ്ഥയുണ്ട്. അതോടൊപ്പം ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ലാത്ത അനാവശ്യമായ ഒരു ആവശ്യം അങ്ങനെ മുൻനിർത്തി ഒരു വിവാദം അപകടകരമായ അവസ്ഥയിലേക്ക് രാജ്യത്തെ നീക്കാൻ പര്യാപ്തമായ ഒരു വിവാദം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് കൂടെ ഇത് വിഷയമാകുകയാണല്ലോ. ഇപ്പോൾ സ്വാതന്ത്ര്യദിനത്തിന് അതൊരു വിഷയമാകുന്നു, ഇനി റിപ്പബ്ലിക് ദിനത്തിന് അത് വിഷയമാകും, അല്ലാതെയും അത് വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ നാഷണൽ സോങ് അല്ലെങ്കിൽ ദേശീയ ഗീതം എന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പ്രഖ്യാപിച്ച ആ ഗാനത്തെ അവഹേളിക്കുകയും ആ ഗാനത്തോട് വലിയ തോതിലുള്ള അനാദരം കാണിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ദേശീയ ഗാനം എന്നത്, നാഷണൽ ആന്തം, അത് ജനഗണമന വേണമോ വന്ദേമാതരം വേണമോ എന്ന കാര്യത്തിൽ വളരെ ദീർഘമായ ചർച്ച അവിടെ നടന്നതാണ്. അതിനൊടുവിലാണ് ഹിന്ദു ദൈവങ്ങളെ പ്രകീർത്തിക്കുന്ന ആ അവസാന ഭാഗങ്ങൾ ഒഴിവാക്കി രാഷ്ട്രത്തെ, ഈ രാജ്യത്തെ, വന്ദേമാതരം എന്ന് പറഞ്ഞാൽ അമ്മയെ വന്ദിക്കുന്നു എന്നല്ലേ, ഈ രാജ്യത്തെ വിശേഷിപ്പിക്കുന്ന, അതിമനോഹരമായ രീതിയിൽ വിശേഷിപ്പിക്കുന്ന ആ ആദ്യത്തെ രണ്ട് സ്റ്റാൻസ, അതാണ് ദേശീയ ഗീതമായി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ യാതൊരു അവ്യക്തതയും എവിടെയുമില്ല. ഇപ്പോൾ ഈ ഹിന്ദുത്വവാദികളോ അല്ലെങ്കിൽ BJPയോ RSSോ പുതുതായി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ഒന്നുമല്ല ഈ വന്ദേമാതരം എന്ന് പറയുന്നത്. വന്ദേമാതരത്തിൻ്റെ മനോഹാരിത
ഞങ്ങളെയൊക്കെ വല്ലാതെ ചെറുപ്പകാലത്ത് പോലെ ആകൃഷ്ടരാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് ഈ മറ്റ് രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിരാകരിച്ച ഭാഗങ്ങൾ കൂടി നിർബന്ധപൂർവ്വം ആലപിക്കണം എന്ന് ഒരു ഗവൺമെൻറ് വ്യവസ്ഥ ചെയ്യുമ്പോൾ അതിനോട് സ്വാഭാവികമായും എതിർപ്പുണ്ടാകും. ആ എതിർപ്പ് രൂക്ഷമാകുന്നത് രാഷ്ട്രത്തിൻ്റെ ആരോഗ്യത്തിനും നിലനിൽപ്പിനും നല്ലതല്ല. ഹിന്ദുത്വ അജണ്ട പൂർത്തീകരിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് ഈ ഹിന്ദു പാർട്ടി ഏർപ്പെട്ടിരിക്കുന്നത്. ഹിന്ദു പാർട്ടി ഞാൻ ആക്ഷേപിച്ച് പറഞ്ഞതല്ല, അവർ തന്നെ അവകാശപ്പെടുന്നത് അങ്ങനെയാണല്ലോ. ഒരു സെക്യുലർ രാഷ്ട്രത്തിൽ എപ്രകാരമാണ് ഒരു മതാധിഷ്ഠിത പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയുക? അപ്പോൾ അവർക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉണ്ടെന്നുള്ളതൊരു മിഥ്യയല്ലേ. കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. പക്ഷെ അവർക്കറിയാം എങ്ങനെയാണ് ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്നിട്ടും വലിയ തോതിലുള്ള ഒരു പരാജയം പാർലമെൻറ്റിൽ അവർക്ക് ഈയിടെ സംഭവിച്ചതല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും പാർലമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടും അല്ലെങ്കിൽ അംഗീകാരം ഉണ്ട് എന്ന് പറയാനൊന്നും കഴിയില്ല. പക്ഷെ അവർക്ക് അവരുടേതായ ഒരു കയ്യൂക്ക്, ഒരു പാർലമെൻ്ററി കയ്യൂക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അത് പ്രയോഗിച്ച് അത് അനുച്ഛേദം 370 ആയാലും ഭരണഘടനാ ഭേദഗതി ആയാലും ഇപ്പോൾ ദേശീയ ഗീതമായാലും എന്തും അടിച്ചേൽപ്പിക്കും എന്നുള്ള ഒരവസ്ഥയിൽ അവർ നിൽക്കുമ്പോൾ അതിന് ചില തിരിച്ചടികളൊക്കെ നൽകാൻ കഴിയും. അതിന് കോടതിയുണ്ട്, കോടതി നടപടികളുണ്ട്, ജനങ്ങളുണ്ട്, ജനശക്തിയുണ്ട്. ജനശക്തി എന്ന വിപുലമായ ആ ശക്തിയെ കുറേ കൂടി പരിമിതപ്പെടുത്തിയാൽ യുവശക്തിയുണ്ട്. അതാണല്ലോ ജന്തർ മന്തറിലൊക്കെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് എല്ലാം ജനങ്ങൾ സഹിച്ചുകൊള്ളും എന്ന് കരുതരുത്. ജനങ്ങൾ റിയാക്ട് ചെയ്യേണ്ട സന്ദർഭമുണ്ടാകുമ്പോൾ ആ റിയാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. കേന്ദ്ര ഗവൺമെൻറ് അവിടെ ഇരുന്ന് അവരുടെ നയം അതാണല്ലോ, അവരുടെ പ്രഖ്യാപിത നയം ജനഗണമന മാറ്റാൻ കഴിയുമെങ്കിൽ ആത്യന്തികമായി ജനഗണമന ഒഴിവാക്കി വന്ദേ മാതരം ദേശീയ ഗാനമായി മാറ്റുക എന്നതാണ് അവരുടെ ഉദ്ദേശം, ലക്ഷ്യം. അതിനുവേണ്ടി അവർ ഓരോന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് അതിലൊന്നും ഒരു തെറ്റോ പോരായ്മയോ ഉള്ളതായി അവർക്ക് തോന്നുന്നേയില്ല. പക്ഷേ നമുക്ക് സംസ്ഥാനങ്ങളിൽ മേൽ അത് അടിച്ചേൽപ്പിക്കുമ്പോൾ, നിർബന്ധപൂർവ്വം അത് അടിച്ചേൽപ്പിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ഫെഡറലിസം തന്നെ ഒരു പ്രശ്നമാണ്. നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിൻ്റെ ആജ്ഞാനുവർത്തികളാണോ? അത് പാട്ടുപാടുന്ന കാര്യത്തിലാണെങ്കിലും പല കാര്യങ്ങളിലാണെങ്കിലും അല്ല എന്നുള്ളതാണ് ഭരണഘടനാപരമായ ഉത്തരം. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ റെസിസ്റ്റ് ചെയ്യും. ആ റെസിസ്റ്റൻസ് ചില സംസ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ പ്രാദേശിക പാർട്ടികളും പ്രാദേശിക ഗവൺമെൻറ്റുകളും വളരെ ഇഫക്റ്റീവായി നടപ്പാക്കുന്നുണ്ട്. അല്ലാത്തിടത്ത് വരുമ്പോൾ കൺഫ്യൂഷനാണ്. ഭരിക്കുന്നവർക്ക്, മുഖ്യമന്ത്രിമാർക്ക് പോലും കൺഫ്യൂഷനാണ്, എന്ത് ചെയ്യണം എന്നറിയില്ല. ഇവിടെ ഇപ്പോൾ റിപ്പബ്ലിക് ദിനത്തിൽ ഈ ഗാനം ഏത് രീതിയിൽ ആലപിക്കണം എന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സർക്കുലർ അയക്കുമ്പോൾ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മാത്രം നിയന്ത്രണമുള്ള ആളല്ല, കേന്ദ്ര സർക്കാരിൻ്റെ കൂടി നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി. അതും ഒരു ഉത്തരേന്ത്യക്കാരനാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വൈകാരികമായ വിഷയമോ പ്രശ്നമോ അല്ല. അതുകൊണ്ട് അവരത് ആ സർക്കുലർ അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണല്ലോ, മെക്കാനിക്കലായി കോപ്പി എടുക്കുന്നു, എല്ലായിടത്തേക്കും അയച്ചു കൊടുക്കുന്നു. അതിനൊക്കെ രാഷ്ട്രീയമായ ഒരു നിലപാട് സ്വീകരിക്കുകയും വ്യക്തത കൈവരിക്കുകയും ചെയ്യേണ്ടത് അത് ഭരിക്കുന്ന പാർട്ടിയാണ്, മുഖ്യമന്ത്രിയാണ്. ആ കാര്യത്തിൽ നിർഭാഗ്യവശാൽ ഒരു വ്യക്തതയുള്ള നിലപാട് കാണുന്നില്ല. ഇപ്പോൾ അല്പം വഴങ്ങിക്കൊടുക്കുക, അതാണ് അവരുദ്ദേശിക്കുന്നത്. ഒറ്റയടിക്ക് എല്ലാം സാധിക്കാൻ വേണ്ടിയല്ലല്ലോ. ഇപ്പോൾ ഇത് ഹിന്ദു രാഷ്ട്രം ആക്കണമെന്നുള്ളത് 100 വർഷത്തെ പരിപാടിയായിരുന്നു ആർ എസ് എസിൻ്റെ 100-ാം വർഷമാണിത്. അവർ വളരെ ക്ഷമാപൂർവമാണ് ഓരോ കാര്യങ്ങളും നീക്കിക്കൊണ്ടിരിക്കുന്നത്, വളരെ ക്ഷമാപൂർവമാണ്. അയോധ്യയിലെ രാമക്ഷേത്രം അത് സർക്കാർ സ്പോൺസർ ഒരു ക്ഷേത്രമല്ലേ, ഒരു സെക്കുലർ സംവിധാനത്തിൽ പ്രകാരമാണ് അതൊരു ഗവൺമെൻറ്റിൻ്റെ പരിഗണനാ വിഷയമാകുന്നത്. അവിടെ ശിലാന്യാസം നടത്തിയതും മറ്റ് പൂജയും കർമ്മവും പ്രതിഷ്ഠാകർമ്മവും ഒക്കെ നടത്തിയത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ തുടക്കത്തിൽ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം നവീകരിച്ചപ്പോൾ അവിടം സന്ദർശിക്കാൻ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് തയ്യാറായപ്പോൾ പാടില്ല എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി അന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല കാണുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ പൂജാരിയാകുകയാണ്.
പ്രധാനമന്ത്രി തന്നെ ഹിന്ദു ഹൈന്ദവ പുരോഹിതനാകുകയാണ്. അദ്ദേഹത്തിൻ്റെ അജണ്ട ഈ ഈ ക്ഷേത്ര പ്രതിഷ്ഠയും രാമാരാധനയും അതൊക്കെയാണ് ഭരണകൂടത്തിൻ്റെ കർത്തവ്യം എന്ന മട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ വിശാലമായ ഹിന്ദു രാഷ്ട്ര അജണ്ടയിൽപ്പെടുത്തി അവർ വളരെ സാവകാശം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് വന്ദേമാതരം. അത് വി ഡി സതീശൻ്റെ ജനാധിപത്യ ബോധത്തെക്കുറിച്ച് സെക്യുലർ ക്രെഡൻഷ്യലിനെ കുറിച്ചൊന്നും എനിക്ക് ആക്ഷേപമൊന്നുമില്ല. പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചരിവ് അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തോട് ചാഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഫലപ്രദമായി കേന്ദ്രത്തെ ചോദ്യം ചെയ്യുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടതായ സന്ദർഭങ്ങളിൽ അത് ചെയ്യാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിൽ സതീശൻ എത്തിയിട്ടുണ്ട്. അതൊരു അപകടം പിടിച്ച കാര്യമാണ്. അതിന് പ്രായോഗികമായി പല കാര്യങ്ങളും കാരണങ്ങളുമൊക്കെ പറയാനുണ്ടാവും. ഒരു ഏറ്റുമുട്ടലിനുള്ള സന്നദ്ധത അദ്ദേഹത്തിന് ഇല്ലായിരിക്കാം. പക്ഷെ അങ്ങനെ പോയാൽ അതൊക്കെ തന്നെയാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് RSS കരുതുന്നതും പ്രതീക്ഷിക്കുന്നതും. അവർക്കറിയാം ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് വന്ദേമാതരം എന്നുള്ളത് കേവലം ഒരു പാട്ട് മാത്രമല്ല, അത് അപകടകരമായ അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങളെ സംവിധാനത്തെ എത്തിക്കുന്ന ഒന്നുകൂടിയാണത്.